നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ ആശയപരമായി നയിക്കുന്ന സ്വാമി ചിദാനന്ദപുരി ഒരു ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖം വളരെയേറെ ശ്രദ്ധേയമാകുകയുണ്ടായി. സ്വാമി നേരിട്ട് കക്ഷി രാഷ്ട്രീയം പറയുന്നു എന്നതിനേക്കാൾ പ്രധാനമായത് സംഘപരിവാറും CPIM-ഉം തമ്മിൽ ഒരു ബാന്ധവം വേണം എന്ന ആഗ്രഹം അദ്ദേഹം മറയില്ലാതെ പ്രകടിപ്പിച്ചു എന്നതാണ്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൻ്റെ സമയത്ത് സുപ്രീം കോടതി വിധിക്കെതിരെ അതിശക്തമായി കേരളത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ച സംഘപരിവാറിൻ്റെ നേതൃനിരയിൽ സ്വാമി ചിദാനന്ദപുരി ഉണ്ടായിരുന്നു. ആ പ്രക്ഷോഭം പിണറായി വിജയൻ സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയായിരുന്നു. ഒരേ സമയം പിണറായി വിജയൻ സർക്കാരിൻ്റെ നീക്കങ്ങൾക്കെതിരെയും സുപ്രീം കോടതിയുടെ വിധിക്കെതിരെയും ആയിരുന്നു. അന്ന് സ്വാമി ചിദാനന്ദപുരി കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചിരുന്നത് ഈ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റുകാർ നയിക്കുന്ന സർക്കാർ ഹിന്ദുക്കളുടെ മതവിശ്വാസത്തെയും ആരാധനാ രീതികളെയും ഒക്കെ അട്ടിമറിക്കുന്നു എന്നാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മൂന്നാമതും വരണം എന്ന ഉത്കടമായ ആഗ്രഹമാണ് സ്വാമി പ്രകടിപ്പിക്കുന്നത്. മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് വേണ്ടി സംഘപരിവാറിൻ്റെ വോട്ടുകൾ നൽകേണ്ടതുണ്ട് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം സ്വാമി പറഞ്ഞു വച്ചിട്ടുണ്ട്. കാരണം ഒരു തവണ കൂടി CPIM-ൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് CPIM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും ദുർബലപ്പെടുത്തും എന്നാണ് സ്വാമിയുടെ കണ്ടെത്തൽ. കാരണം CPIM-ന് ഭരണത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ ക്ഷീണം വരുന്നത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർ സമരം ചെയ്ത് ശക്തരാകും. എതിർഭാഗത്തുള്ള കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഭരണമില്ലെങ്കിൽ ശക്തിയില്ല എന്നതാണ് അനുഭവം. അവർ ഒരു തവണ കൂടി പ്രതിപക്ഷത്തിരുന്നാൽ ആ മുന്നണി തകരും, കോൺഗ്രസ് പാർട്ടി തകരും, BJPക്ക് ആ സ്ഥാനത്തേക്ക് കടന്നു വരാൻ കഴിയും. ഇപ്പോൾ 20% വോട്ടുള്ള BJPക്ക് ഒരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തായാൽ കോൺഗ്രസിൻ്റെ അടിത്തറ ശോഷിപ്പിക്കാൻ സാധിക്കും. ഭരണത്തിലുള്ള CPM-ൻ്റെ അടിത്തറയും ശോഷിക്കാനാണ് സാധ്യത. അതുകൊണ്ട് BJPക്ക് അടുത്ത തവണ തനിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയും എന്നാണ് സ്വാമി ചിദാനന്ദപുരി പറയുന്നത്. ഈ കണക്കുകൾ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുമോ എന്നതും ഇത്തരമൊരു രാഷ്ട്രീയ ബന്ധത്തിന് കേരളത്തിലെ CPM-കാരും സംഘപരിവാറുകാരും തയ്യാറാവുമോ എന്നതും ഒക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷെ വിസ്മയകരമായ കാര്യം, സ്വാമി ചിദാനന്ദപുരി 2026 പറയുന്ന ഈ കാര്യം 2012 സെപ്റ്റംബർ 30 കേസരി വാരികയിൽ TG മോഹൻദാസ് എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ സൈദ്ധാന്തികൻ കേരളം കാത്തിരിക്കുന്ന സൗഹൃദം എന്ന പേരിൽ വളരെ നീണ്ട ഒരു ലേഖനമായി എഴുതിയിട്ടുണ്ട് എന്നതാണ്. സംഘപരിവാറിൻ്റെ സൈദ്ധാന്തികനാണെങ്കിലും കേസരി വാരികയിലാണ് ലേഖനം എഴുതിയതെങ്കിലും TG മോഹൻദാസിനെതിരെ സംഘം അന്ന് നടപടിയെടുത്തു. സംഘത്തിൻ്റെ കാഴ്ചപ്പാടുമായി പൊരുത്തപ്പെടാത്തതായിരുന്നു TG മോഹൻദാസിൻ്റെ നിഗമനം എന്നാണ് അന്ന് നടപടിയെടുക്കുമ്പോൾ പറഞ്ഞ കാര്യം. എന്തായാലും സംഘത്തിൽ നിന്ന് നടപടി ഏൽക്കേണ്ടി വന്നെങ്കിലും TG മോഹൻദാസിൻ്റെ ആശയങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്ന് 14 കൊല്ലത്തിന് ശേഷം സ്വാമി ചിദാനന്ദപുരിയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുകയാണ് ചെയ്തത്. TG മോഹൻദാസ് അന്ന് വളരെ കൃത്യമായി പറഞ്ഞത് ഹിന്ദുക്കൾക്ക് ഏറ്റവും അധികം പ്രാതിനിധ്യമുള്ള CPIM-ഉം ഹിന്ദുക്കളുടെ പാർട്ടിയായ BJP-യും തമ്മിലാണ് സ്വാഭാവികമായി കേരളത്തിൽ ഒരു സഖ്യമുണ്ടാവേണ്ടത് എന്നാണ്. CPM-ഉം BJP-യും തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CPM-ഉം RSS-ഉം തമ്മിൽ ധാരാളം ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ ഇരുപക്ഷത്തും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രണ്ട് കൂട്ടരും ആശയപരമായും പ്രായോഗികമായും ശത്രുപക്ഷത്തുനിന്ന് കൊല്ലങ്ങളോളം പോരാടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു 2012 TG മോഹൻദാസ് എഴുതിയത്. പക്ഷെ അന്ന് RSS-നെ സംബന്ധിച്ച് അത് സ്വീകാര്യമായ നിലപാടായിരുന്നില്ല. 14 കൊല്ലത്തിന് ശേഷം സംഘപരിവാറിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും
ആശയപരമായ നേതൃത്വം വഹിക്കുന്ന ആളുമായ ചിദാനന്ദപുരി പറയുന്നത് മോഹൻദാസ് വളരെ മുമ്പേ പറഞ്ഞ കാര്യം ശരിയായിരുന്നു എന്നാണ്. സംഘപരിവാറിനെ സംബന്ധിച്ച് CPIM ഇന്നൊരു ശത്രുവല്ല. CPMനെ സംബന്ധിച്ച് സംഘപരിവാർ രാഷ്ട്രീയമായ ഒരു എതിരാളിയല്ല. അതുകൊണ്ട് ആശയപരമായും പ്രായോഗികമായും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം കേരളത്തിൽ ഇരു പ്രസ്ഥാനങ്ങളും തമ്മിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് ചിദാനന്ദപുരിയുടെ വാക്കുകളിൽ വ്യക്തമാവുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെയും മറ്റ് മുസ്ലിം സംഘടനകൾക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും ഉള്ള ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായി ഒരു പക്ഷത്ത് BJPയും CPMഉം ചേർന്ന് നിൽക്കണം എന്ന ആഗ്രഹപ്രകടനം വെറും ആഗ്രഹപ്രകടനമല്ല, വസ്തുതാപരമായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനമാണ്. കാരണം ഹിന്ദുക്കളുടെ സംഘടന എന്ന് അവകാശപ്പെടുന്ന CPIMനേക്കാൾ ഹിന്ദുത്വ ബോധം സംഘപരിവാറിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ ബോധം, ഹിന്ദുത്വ താല്പര്യങ്ങൾ, ഹിന്ദുത്വ ആശയങ്ങൾ കഴിഞ്ഞ 10-20 വർഷം കൊണ്ട് വലിയ തോതിൽ സ്വാംശീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് CPIM എന്ന് പറയുന്നത്. അതുകൊണ്ട് CPIMഉം സംഘപരിവാറുമായി ഇപ്പോൾ ചില ആദാന പ്രദാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ഐക്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വസ്തുതകൾ തെളിയിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, പ്രായോഗിക രാഷ്ട്രീയ സമീപനങ്ങളിലും ഇരുകൂട്ടരും തമ്മിൽ സഹകരണത്തിൻ്റെ വലിയ മേഖല തുറന്നു വന്നിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ചിദാനന്ദപുരിയുടെ അഭിമുഖം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിങ്ങിന് ശേഷമാണ് പുറത്തു വന്നത്. വോട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഗുണം കേരളത്തിലെ മുന്നണികൾക്കുണ്ടാകുമായിരുന്നു എന്നാണ് കരുതേണ്ടത്. കാരണം ഇത്തരമൊരു രാഷ്ട്രീയ നിലപാടാണ് സംഘപരിവാറിനുള്ളതെന്ന് പരസ്യമായി അറിഞ്ഞിരുന്നെങ്കിൽ അത് CPIMനും UDFനും BJPക്കുമൊക്കെ ഉണ്ടാക്കുമായിരുന്ന നേട്ടങ്ങൾ വ്യത്യസ്തമാണ്. ചിദാനന്ദപുരി കുറെ കൂടി മുൻപേ ഈ കാര്യം പരസ്യമായി പറയേണ്ടിയിരുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം.